രണ്ട് മൂന്ന് തരത്തിൽ മനുഷ്യന്മാരുണ്ട്. ഒരാൾ ഒരു അബദ്ധം പറ്റി തെറ്റ് പറ്റിയാൽ സോറി പറയും, മാപ്പ് പറയും. ഇനി മറ്റു ചില ആളുകളുണ്ട്, മറ്റൊരാളിന് വേദനയുണ്ടായി എന്നായാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേദനയുണ്ടായി അല്ലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സോറി നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞത്, എന്നെ ഒന്ന് ഹർട്ട് ചെയ്തു, അല്ലെ എനിക്കൊരു വേദനയുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വേദന ഉണ്ടായവർ പറഞ്ഞില്ല കണ്ടോണ്ടിരുന്നവർ പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റേതാ ഇങ്ങനെ സുഭാഷിന് അല്ലെങ്കിൽ സുഭാഷിന്റെ കൂടെ നിന്നവർക്ക് ഒന്ന് ഹർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സോറി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇന്നത്തെ ഇതിന്റെ ദുഷിച്ച കാര്യങ്ങളും ദുരാചാര കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ വേറെ അർത്ഥത്തിൽ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നതാണ് മാന്യത. ഇവിടെ അഭിജോത് വർഗീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സനാതന ധർമ്മി ആയിരുന്നെങ്കിൽ മദ്യപിച്ച് കൂത്താടൂല്ലായിരുന്നു. അദ്ദേഹം മദ്യപിച്ച് കൂത്താടുന്ന ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരാൾ മദ്യപിച്ച് കൂത്താടുന്നുണ്ടെങ്കിൽ അദ്ദേഹം സനാതന ധർമ്മി ആവില്ല. അപ്പൊ സനാതന ധർമ്മം ഹിന്ദുക്കൾക്കുള്ളതല്ല. സനാതന ധർമ്മം എഴുതുന്ന കാലത്ത് ഹിന്ദു എന്നൊരു സങ്കല്പമില്ല. സനാതന ധർമ്മം എഴുതുന്ന കാലത്ത് മനുഷ്യർ മാത്രമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനിക്കും അങ്ങനെ തന്നെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതും ക്രിസ്ത്യാനിക്കും അങ്ങനെ തന്നെ, ഹിന്ദുവിനും അങ്ങനെ തന്നെ, ഇസ്ലാമിനും അങ്ങനെ തന്നെ, ഗുരുദേവന്റെ ആളുകൾക്കും അങ്ങനെ തന്നെ. സകല പേർക്കും ഹറാമായിട്ടുള്ള ഉപയോഗിച്ചുകൂടാത്ത മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. കള്ള് ചെത്തുന്ന കത്തി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അത് 4 ആക്കിയോ 5 ആക്കിയാൽ ഷേവിങ്ങിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ ഗുരുദേവന്റെ തീർത്ഥാടന കാലം നാണിപ്പോ. എന്താണ് ഗുരുദേവന്റെ തീർത്ഥാടന കാലമാണിപ്പോ. അപ്പോഴാണ് എന്താണ് പിന്നെ അയാളുടെ പേരെന്ന് പറയുന്നത് അഭിജോത് വർഗീസ്, പേര് പോലും വരുന്നില്ല, അഭിജോത് വർഗീസ് തെമ്മാടിത്തരം കാണിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം ചാനൽ വന്നിരുന്ന് മെഴുകി മറിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇതുപോലൊരു പരിപാടി ഏഷ്യാനെറ്റുകാർ ചെയ്തു. നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചാനലാണെന്നാണ്. അതിന്റെ അഹങ്കാരം വളരെ കൂടുതലാണ് നിങ്ങൾക്ക്. ഞാൻ ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിലെ ഞാനിത് പറഞ്ഞ ഒരുപാടായിപ്പോ വ്യക്തിപരം അവസാനം. നിങ്ങളുടെ ചാനലിൽ വിനു വി ജോൺ എന്ന് പറയുന്ന ഒരാളിനെ വളരെ പ്രധാനപ്പെട്ട ഒരാള് വിളിച്ചു പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരാൾ വിനു വി ജോണിനെ വിളിച്ചു പറഞ്ഞു, ഫോണിൽ വിളിച്ചു പറയുകയാണ്, വിനു വി ജോൺ ഈ സംസ്ഥാനത്തെ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറും, എന്റെ സുഹൃത്തുക്കളാണത്, ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറും വേറെ സ്ഥാപനത്തിലൊരു മീഡിയ പ്രവർത്തകനും, വളരെ പ്രധാനപ്പെട്ട 3 പേർ വിനുവിനെ കാണാൻ വരുന്നുണ്ട്. വിനുവിന്റെ സമയം കൊടുക്കണം, ഒരു കാര്യം പറയാനാണ് വിനു വിജയനാണ്. അപ്പൊ വിനു പറഞ്ഞു, എന്നെ 10:30ക്കും 11:30ക്കും ഏഷ്യാനെറ്റിന്റെ തിരുവനന്തപുരം ഓഫീസിൽ വന്നിട്ട് റിസപ്ഷനിൽ പറഞ്ഞാൽ മതി, എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ കാണാം. അങ്ങനെ വിനു വി ജോൺ കൊടുത്ത സമയമനുസരിച്ച്, ഞാൻ ഇതൊന്നും പറയേണ്ടാന്നിരുന്നതാണ്, നിങ്ങളുടെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അവസാനം ആ സുഹൃത്തും ആ ഡയറക്ടർ, മുൻ ഡയറക്ടറായ സുഹൃത്തും വളരെ അറിയപ്പെടുന്ന ആളാണ്, ഒരു സുഹൃത്തും അദ്ദേഹത്തിന്റെ മീഡിയ പ്രവർത്തനായ സുഹൃത്തും മറ്റൊരു സുഹൃത്തും കൂടി ഒരു ഒഫീഷ്യൽ കാര്യത്തിനാണ്, അല്ലാതെ നിങ്ങളെ വാർത്ത കൊടുക്കാനൊന്നുമല്ല, ഒരു ഒഫീഷ്യൽ കാര്യത്തിന് താങ്കളെ കാണാനായിട്ട് വന്ന് പുറത്ത് റിസപ്ഷനിൽ വന്നപ്പോൾ പറഞ്ഞത്, വിനു വിജോൺ അങ്ങനെ കാണാൻ പറ്റത്തില്ല. വിനു വിജോൺ ആരാ? കാര്യങ്ങൾ സധൈര്യം പറയുന്ന ഒരു ആങ്കർ. അങ്ങനെ വിനുവിനെ കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു, വിനു ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. ഉടനെ അകത്തൊരു പയ്യൻ പിയൂണോ ആരോ അകത്ത് പോയി ചോദിക്കുന്നുണ്ട് വിനു വിജോണിനോട്, വിനു ഇങ്ങനെ അതാരാ, എനിക്കിപ്പോ കാണാൻ പറ്റൂല, ഹേ മിസ്റ്റർ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടാണ് വന്നതെന്ന്. അപ്പൊ വെളിയിൽ ഉടനെ തന്നെ റിസപ്ഷനിൽ ഇരുന്ന ആളുകളോട് അവർ ഒരു തർക്കം പോയി. ഉടനെ എല്ലാവരും കൂടെ വന്നു അങ്ങോട്ട് പോയി. വിനു വി ജോൺ ആരാണെന്നറിയാവോ? ആരാ വിനു വി ജോൺ? ഒരു ആങ്കർ. ഇപ്പൊ 1000-കണക്കിന് ആങ്കർമാരുണ്ട് ഇവിടെ. സോഷ്യൽ മീഡിയയും കൂടെ വന്ന, ഡിജിറ്റൽ മീഡിയയും കൂടെ വന്നപ്പോൾ 10,000-കണക്കിന് ആങ്കർമാരുണ്ട്. ഗസ്റ്റ് പോലും അല്ലല്ലോ വിനു വി ജോൺ. ഈ അഹങ്കാരം ഉണ്ട് നിങ്ങൾക്ക്. അടുത്ത ആളാണ് ഈ സിന്ധു സൂര്യകുമാർ. എന്തൊരഹങ്കാരമാണ്! അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമാണ്. ഈ പ്രതിപക്ഷ ബഹുമാനം വേണമെന്നേ, മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നേ, വിമർശിക്കാം, എല്ലാം ചെയ്യാം. മതങ്ങളെ വിമർശിക്കുമ്പോൾ, ജാതിയെ വിമർശിക്കുമ്പോൾ, ദൈവങ്ങളെ വിമർശിക്കുമ്പോൾ ഓരോ തലമുണ്ട്, കാലമുണ്ട്, സമയമുണ്ട്. നിങ്ങൾ ആരോടും പറയുന്നില്ലല്ലോ സനാതന ധർമ്മിയാവാൻ. സനാതന ധർമ്മയിലെ ജീവിക്കാക്കൂല്ലെന്നേ അഭിജോത് വർഗീസേ. അഭിജോത് വർഗീസ് ഇത് പറഞ്ഞതിന് ശേഷം ഇത്രയും സമയമായി, ദിവസങ്ങളായിട്ടും താങ്കൾക്ക്, ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയട്ടെ, എനിക്കിപ്പോ സമയമില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളുമല്ല മറ്റൊരാളിനെ തല്ലി ഇല്ലാതാക്കണമെന്നോ നശിപ്പിക്കണമെന്നോ നന്നാക്കണമെന്നോ, സ്വയം നന്നാവുകയോ സ്വയം നശിക്കുകയോ. അപ്പൊ താങ്കൾക്ക് ഇപ്പോഴും തല്ല് കിട്ടാതിരിക്കുന്നത്, താങ്കളെ ആരും ആക്രമിക്കാതിരിക്കുന്നത് സനാതന ധർമ്മികൾ ഒരുപാട് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ്. കേരളത്തിൽ
അതിൽ താങ്കളുടെ മതത്തിൽപ്പെട്ട, താങ്കൾ ജനിച്ച മതത്തിൽപ്പെട്ട, താങ്കൾ ഇപ്പൊ പറയുന്നു താങ്കൾ ക്രിസ്ത്യാനി അല്ല, ഞാൻ ക്രിസ്മസ് ആഘോഷിക്കും, എല്ലാം ആഘോഷിക്കും, സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് അംബേദ്കർ പറഞ്ഞത് മാത്രം ആഘോഷിക്കൂല. നിങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെട്ടോ? നിങ്ങൾ ഏത് റെഫറൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്? ഞങ്ങൾ വലിയ അന്വേഷണം നടത്തി. എവിടെയാണ് അങ്ങനെ പറഞ്ഞത് അംബേദ്കർ? അംബേദ്കറിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മുസ്ലിം മതത്തിലേക്ക് ആളുകൾ ചേരുന്ന തെറ്റല്ല എന്ന് പറഞ്ഞു അംബേദ്കർ ഒരു ഘട്ടത്തിൽ. നിങ്ങൾക്കറിയാവോ? വേറൊരു ഘട്ടത്തിൽ അംബേദ്കർ പറഞ്ഞു മുസ്ലിം വലിയ അപകടകാരിയാണ്, ഈ നാഷണലിസ്റ്റുകളല്ല, അവർ ദേശീയവാദികളല്ല, വളരെ അപകടകാരികളാണ്. ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന്റെ പുസ്തകമുണ്ട്, അറിയാവോ അംബേദ്കറിന്റെ? ആ പുസ്തകം ഇവിടെ ഉള്ളപ്പോഴാണ് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരുത്തൻ, ഡോക്ടർ ശ്യാംകുമാർ, അതേ മുസ്ലിങ്ങളുടെ സുപ്രഭാതത്തിലും മാധ്യമത്തിലും പോലുള്ള പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ പോയിട്ട് ഹിന്ദുവിനെ തെറി പറയുന്നത്. ഹിന്ദുവായി ജനിച്ച ശ്യാംകുമാറിന്റെ പരാതി എന്താണെന്നറിയോ? പണ്ട് ഈയ ഉരുക്കി ഒഴിച്ചെന്നാൽ ഇപ്പൊ എന്ത് വേണമെന്നേ? ഇപ്പൊ വേദം പഠിക്കാമല്ലോ ശ്യാംകുമാറെ. ശ്യാംകുമാർ ഇടയ്ക്കിടയ്ക്ക് വേദത്തിലെ ചില ശ്ലോകമൊക്കെ പറയാറുള്ളൂ. ബാക്കിയുള്ളവരെ കൂടെ പഠിപ്പിക്കൂ, താല്പര്യമുള്ളവരെ. ആ കാലഘട്ടത്തിന്റെ പറയാതെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് പലതും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മുമ്പ്. ഇപ്പോ പണ്ട് ഞങ്ങൾ ചാണകത്തിൽ കിടന്നു എന്ന് പറയും, ചാണകം മുഴുകുന്ന തറയിലാ കിടന്നത്. അതുകൊണ്ട് ഇപ്പോ നല്ല ടെറസ് വീടൊക്കെ വെച്ച് നല്ല ബെഡ്റൂം ഒക്കെ ഉണ്ടാക്കി നല്ല കുഷനൊക്കെ ഇട്ടും നല്ല 8 അടി 10 അടി വീതി പൊക്കമുള്ള കുഷനൊക്കെ ഇട്ടിട്ട് അതിന്റെ പുറത്തിരുന്നിട്ട് കുറച്ച് ചാണകം കൊണ്ട് തേക്കുമോ? പണ്ട് ചാണകത്തിലാ കിടന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും അടിമത്തമില്ലായിരുന്നോ? അമേരിക്കയിൽ അടിമത്തമില്ലായിരുന്നോ? കാളച്ചന്തയില്ലായിരുന്നോ? മനുഷ്യച്ചന്തയില്ലായിരുന്നോ? ഇബ്രഹാം ലിങ്കനല്ലേ അടിമത്തം നിർത്തലാക്കിയത്? ഇംഗ്ലണ്ടിൽ അടിമത്തമില്ലായിരുന്നോ? ദക്ഷിണാഫ്രിക്കയിൽ അടിമത്തമില്ലായിരുന്നു? ലോകത്തെവിടെയാണ് അടിമത്തമില്ലായിരുന്നത്? കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിൽ ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർട്ടിയുടെ ഫലം അനുഭവിച്ച ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലായിരുന്നില്ലേ? ലോകത്ത് എല്ലാ കാലത്തും ഇരുണ്ട യുഗം ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ പറയുന്നതിന് പകരം ഇന്ന് മനുഷ്യർ സൗഹാർദ്ദമായി കഴിയുമ്പോൾ നന്മ തിന്മകൾ പഠിക്കുന്നതിന് പകരം അതെന്തും പഠിക്കാനും അറിയാനും സകലവിധ ടൂളുകളും മെത്തേഡുകളും പുസ്തകങ്ങളും ലഘുലേഖകളും ചാനലുകളിലും പത്രങ്ങളിലും ടിവികളിലും യൂട്യൂബിലും എല്ലാം കിട്ടുന്ന കാലത്ത് വന്നിരുന്ന് ജനങ്ങളെ കുത്തിത്തിരിക്കുന്ന ഒരു വർഗം കുറെ പേരുണ്ട് ഇവിടെ. അതിൽപ്പെടുന്ന ആ വർഗത്തിൽ ആ ശ്രേണിയിൽപ്പെടുന്നതാണ് ഈ അബ്ജോദ് വർഗീസ്. അടിച്ച് കിണ്ടിയായിരുന്നുകൊണ്ട് ഹിന്ദുക്കളെ അങ്ങ് പോസ്റ്റ് ചെയ്യാണ് രാത്രി. ക്രിസ്മസിന്റെ തലേദിവസം അല്ലേ? ഇയാൾക്കൊരു കുടുംബം ഇല്ലേ? ഇയാൾക്കൊരു ഭാര്യ ഇല്ലേ? എന്ത് തോന്നിയ അവസരം കാണിക്കുന്ന മനുഷ്യ നിങ്ങൾ. എന്നിട്ട് അതിനെ ഞങ്ങ മെഴുകുകയാണ്. ഇയാളെ ഏഷ്യാനെറ്റിലാണ് ദൂരക്കളയാണെന്ന്. ഇയാൾ എത്ര വലിയ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഏഷ്യാനെറ്റ് മൊത്തം നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ജനങ്ങളോട് പറയുന്നത്. ഇദ്ദേഹത്തിന്റെയൊക്കെ പ്രോഗ്രാം ബഹിഷ്കരിക്കണമെന്ന്. ഇയാൾ ആരാണ്? പണ്ട് കാലത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സനാതന ധർമ്മത്തെ ഹിന്ദു സമുദായത്തെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തെറി പറയാൻ പറ്റുമായിരുന്നു. ആ കാലമൊക്കെ പോയി മാഷേ, പോയി. നിങ്ങൾ മാമോദീസ മുക്കിയ ആളല്ലേ? എന്തിനാ മാമോദീസ മുക്കിയത്? അപ്പ മുക്കി എന്ന് പറയും. നിങ്ങളെ മക്കളെ മുക്കിയോ? ഇല്ലയോ? മക്കളെ പേരെന്താണ്? അബ്ജോദ് വർഗീസ് ക്രിസ്ത്യൻ പേരല്ലേ? നിങ്ങൾ അല്ലാത്ത നിങ്ങളുടെ മതം മനസ്സിലാകാത്തൊരു പേരിടൂ. അപ്പൊ സകലവിധ രീതിയിലുള്ള മതത്തിന്റെയും സമുദായത്തിന്റെ ജാതിയുടെയും എല്ലാം ആനുകൂല്യങ്ങൾ പറ്റുകയും അതിനനുസരിച്ചുള്ള ജീവിതക്രമം ചിട്ടപ്പെടുത്തുകയും അവസാനം ഇതിനെല്ലാം തള്ളിപ്പറയുകയും അതൊരു ഫാഷനായി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന അബ്ജോദ് വർഗീസ്മാരുടെ പുതിയ യുഗമാണ്. ഇനി അത് പറ്റില്ല ചങ്ങാതി. ആ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ വിശ്വസിക്കാം, ആസ്തികനാകാം, നാസ്തികനാകാം, അജ്ഞേയനാവാം, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലെന്ന് വിശ്വസിക്കാം, എല്ലാം ചെയ്യാം. ആളുകൾ പറഞ്ഞത് അതുപോലെ കോട്ട് ചെയ്യാം. ആർക്കും കോട്ട് ചെയ്യാം. കോട്ട് ചെയ്യുമ്പോൾ ആ പേജോ ആ ഡേറ്റയോ ഒക്കെ കൂടെ കോട്ട് ചെയ്യണം. അല്ലെങ്കിൽ വിവാദമായത് പറയാൻ പോകരുത്. സനാതനധർമ്മം പകർച്ചവാദി എത്ര വിവരക്കേടാണ്. താങ്കൾക്ക് ആരാ ഡിഗ്രി തന്നത്? താങ്കൾ ഏത് ജേർണലിസമാണ് പഠിച്ചത്? സത്യവും നീതിയും ന്യായവും സഹകരണവും ദയയും സഹാനുഭൂതിയുമാണ് മനുഷ്യന്റെ അഹിംസയും ഒക്കെയാണ് സനാതനധർമ്മം. അത് വേദത്തിൽ പറഞ്ഞതുകൊണ്ട്, ഹിന്ദുക്കൾ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ സന്യാസിമാർ അന്ന് ഹിന്ദുക്കളല്ല ഋഷീശ്വരന്മാർ പറഞ്ഞതുകൊണ്ട്, സന്യാസിമാർ പറഞ്ഞതുകൊണ്ട് അതിൽ വർഗീയത വരുമോ? ആര് പറയുന്നു എന്നുള്ളതല്ല അഭിജോത്തെ, എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ വളരെ മാനവരാശിക്ക് എല്ലാ കാലവും കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ മനോഹരമായ മൂല്യങ്ങളാണ് സത്യം, നീതി, ന്യായം, കരുണ, സ്നേഹം, സഹാനുഭൂതി, സഹകരണം, സഹിഷ്ണുത, അഹിംസ. ഇങ്ങനെയുള്ള 10-20 ഘടകങ്ങളാണ് എൻ്റെ പൊന്നഭിജോതെ സനാതനം. അത് ധർമ്മം എന്ന് പറയുന്നത് അത് ടു അപ്ഹോൾഡ്, ഉയർത്തിപ്പിടിക്കണം ജീവിതത്തിൽ. അത് എറ്റേണലാണ്. സന എല്ലാ കാലവും, ധന ഉള്ളത്, എല്ലാ കാലവും ഉള്ളത്, എല്ലാ കാലവും കൊണ്ടുപോകേണ്ടത്. ആര്?
മാനവരാശി. നമ്മൾ സമൂഹത്തിൽ സമാധാനമായി കഴിയുന്നത് ഈ സനാതന ധർമ്മം എല്ലാവരും കൂടി ഇവിടെ പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അബ്ജോദ് വർഗീസിനെ കഴിയുന്നത്ര ആളുകൾ അയാളുടെ പ്രോഗ്രാം ബഹിഷ്കരിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ചാനലിൽ നിന്ന് അടിയന്തരമായി പുറത്താക്കണം.